ആലപ്പുഴ കളർകോട് അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ 5 വിദ്യാർത്ഥികൾക്ക് യാത്രാമൊഴി ചൊല്ലുകയാണ് നാട്. വിദ്യാർത്ഥികൾ പഠിച്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിനു ശേഷം സംസ്കാരത്തിനായി സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ ഖബറടക്ക ചടങ്ങുകൾ എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ പുരോഗമിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ കളർകോട് എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ വാഹന അപകടത്തിൽ اللهم اغفر له وارحمه اللهم آمنه من كل الفساد اللهم ثبته عند السؤال اللهم ألهمه الجواب اللهم اغفر قبره جنبيه اللهم اغفر له وارحمه اللهم آمنه من كل الفساد اللهم ثبته عند السؤال اللهم ألهمه الجواب اللهم اغفر قبره جنبيه اللهم اغفر له وارحمه اللهم آمنه من كل الفساد اللهم ثبته عند السؤال اللهم ألهمه الجواب اللهم اغفر قبره جنبيه اللهم اغفر له وارحمه اللهم ألهمه من كل ഞങ്ങളുടെ പ്രതിനിധി എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ നിന്ന് ശ്യാം കുമാർ ഉണ്ട്. തത്സമയ വിവരങ്ങളുമായി ശ്യാം, ഖബറടക്കം നടന്നിരിക്കുന്നു, വിവരങ്ങൾ. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരണമടഞ്ഞ ലക്ഷദ്വീപ് സ്വദേശിയുടെ ഖബറടക്കമാണ് ഇപ്പോൾ നടന്നത്. എറണാകുളം ടൗൺ ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം. എസ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാം, പറയൂ. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ ഖബറടക്ക ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നേരത്തെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടെ എത്തിച്ച മൃതദേഹം അവസാന മയ്യത്ത് നമസ്കാരത്തിനായി പള്ളിക്കകത്ത് കയറ്റിയിരുന്നു. നിരവധി പേരാണ്, പ്രത്യേകിച്ച് ലക്ഷദ്വീപ് സ്വദേശികളുടെ സാന്നിധ്യം ഉൾപ്പെടെ നിരവധി പേരാണ് പള്ളിയിൽ ഉണ്ടായിരുന്നത്. ലക്ഷദ്വീപിന്റെ പ്രതീക്ഷയായി തിരികെ ദ്വീപിൽ വൈദ്യസഹായം ഉൾപ്പെടെ ഒരുപാട് കുറവുള്ള ദ്വീപിൽ ഒരു ഡോക്ടറായി തിരിച്ചു ചെല്ലുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ പോയ ഒരു ചെറുപ്പക്കാരൻ, ഒരു 19 വയസ്സുകാരന്റെ മടക്കയാത്ര ഇങ്ങനെ ആകേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും സങ്കടമായി ഇവിടെ പറഞ്ഞത്. ഏതായാലും പ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്ത് അല്പസമയത്തിനകം ഭൗതികദേഹം പൊതുദർശനത്തിനായി വെച്ചിരുന്നു. അവിടെയും നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിയിരുന്നത്. തുടർന്നാണ് ഖബർസ്ഥാനിലേക്ക് ഇപ്പോൾ മൃതദേഹം കൊണ്ടുപോവുകയും അവസാന വട്ട ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്നത്. നിരവധി ആളുകൾ മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിയിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊച്ചിയിൽ താമസത്തിനും ചികിത്സയ്ക്കും ജോലിക്കും ഒക്കെയായി വന്ന നിരവധി ലക്ഷദ്വീപ് സ്വദേശികൾ അവരിവിടെ എത്തിയിരുന്നു. അവർക്കൊക്കെ അറിയാവുന്ന ഒരു കുടുംബമാണ്. പ്രത്യേകിച്ച് ആന്ധ്രോത്തിൽ നിന്ന് ജനിക്കുകയും അവിടെ നിന്ന് കവരത്തിയിലേക്ക് എത്തുകയും ചെയ്ത ആളുകൂടിയാണ് മുഹമ്മദ് ഇബ്രാഹിമിന്റെ കുടുംബം. പ്രത്യേകിച്ച് മുഹമ്മദ് ഇബ്രാഹിമിന്റെ മാതാവ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിലെ ഒരു ഉദ്യോഗസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ദ്വീപ് നിവാസികൾക്കുമായി വലിയ ബന്ധമുള്ള ഒരു കുടുംബമാണ്. പ്ലസ് 1 പ്ലസ് 2 കാലഘട്ടം മുതൽ കേരളവുമായും വലിയ ബന്ധം മുഹമ്മദ് ഇബ്രാഹിമിനുണ്ട്. കാരണം ആ കുട്ടി പ്ലസ് 2 പഠനം പൂർത്തിയാക്കിയത് മലപ്പുറത്താണ്. അവിടെ നിന്നാണ് മെരിറ്റിൽ വൈദ്യപഠനത്തിന് അവസരം ലഭിക്കുകയും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടുകയും ചെയ്തത്. അവിടെ ആ പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ ഒരു ഡോക്ടറായി ദ്വീപിലേക്ക് മടങ്ങാമെന്നുള്ള ഒരു സ്വപ്നത്തിന് മേലാണ് ഇന്നലെയുണ്ടായ വാഹനാപകടം അവസാനം കുറിച്ചിരിക്കുന്നത്. ഏതായാലും ആ കുട്ടിയുടെ അവസാന യാത്രയിൽ വിട ചൊല്ലുന്നതിനായിട്ട് ആ ദ്വീപിൽ നിന്നുള്ള നിരവധി പേർ ഉൾപ്പെടെ എത്തിയിരുന്നു. ദ്വീപിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള ചില സാങ്കേതിക പരിമിതികളാണ് കൊച്ചിയിലെ ടൗൺ ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിൽ മൃതദേഹം അടക്കാനായിട്ട് ഇടയാക്കിയത്. ഏതായാലും ദ്വീപിൽ നിന്ന് തിരികെ വലിയ പ്രതീക്ഷയോടെ വരികയും കേരളത്തിലെ പഠനം പൂർത്തിയാക്കി തിരികെ ദ്വീപിലേക്ക് ചെല്ലുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്ത ഒരു കൗമാരക്കാരന് ഇങ്ങനെ വിട ചെല്ലേണ്ടി വരുമെന്ന് ആരും ഏതായാലും കരുതിയിട്ടുണ്ടാകില്ല. അവിടെ നിന്ന് ബന്ധുക്കളടക്കം വളരെ കുറച്ചുപേർ മാത്രമാണ് എത്തിയത്. 4 വയസ്സുള്ള ഒരു അനുജനുണ്ട് മുഹമ്മദ് ഇബ്രാഹിമിന്. ആ കുട്ടിക്ക് പോലും ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല. മാതാപിതാക്കളും അടുത്ത ഒരു ബന്ധുവും മാത്രമാണ് കൊച്ചിയിലേക്ക് ഇന്ന് രാവിലെ എത്തുകയും ആലപ്പുഴയിലേക്ക് പോവുകയും ചെയ്തത്. തുടർന്ന് എറണാകുളത്ത് എത്തിച്ച ആ മൃതദേഹം ഇപ്പോൾ ഖബർ നമസ്കാരത്തിന് ശേഷം ഇപ്പോൾ ആ ഖബറിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മയ്യത്ത് നമസ്കാരത്തിൽ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവസാന യാത്രയുടെ ഏറ്റവും ഒടുവിലത്തെ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനുജ.
ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ ഖബറടക്ക ചടങ്ങുകൾ അത് എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആദ്യ തവണ തന്നെ എൻട്രൻസ് പരീക്ഷ പാസ്സായി വലിയ പ്രതീക്ഷയോടെ, നാടിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്നു മുഹമ്മദ് ഇബ്രാഹിം. ഇപ്പോൾ മുഹമ്മദ് ഇബ്രാഹിമിന് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടന്നിരിക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സഹോദരനാണുള്ളത്, 4 വയസ്സുള്ള സഹോദരൻ. ഇപ്പോൾ ഖബറടക്ക ചടങ്ങ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. اللهم ثبته عند السؤال اللهم ألهمه الجواب اللهم اغفر له وارحمه اللهم آمنه من كل خطر اللهم ثبته عند السؤال اللهم ألهمه الجواب اللهم അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് ആലപ്പുഴ കളർകോട് ഇന്നലെ ഉണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടമായത്. അതിൽ ലക്ഷദ്വീപ് സ്വദേശിയായൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, മുഹമ്മദ് ഇബ്രാഹിം എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പേര്. ലക്ഷദ്വീപ് സ്വദേശിയാണ്. പക്ഷേ ഇപ്പോൾ ഖബറടക്കം എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ നടന്നിരിക്കുകയാണ്. നാട്ടിലേക്ക് അവസാന യാത്രയായി മടങ്ങിപ്പോകാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഇപ്പോൾ ഖബറടക്കം നടന്നിരിക്കുന്നു. ശ്യാം, ഒരിക്കൽ കൂടി ശ്യാം, വിശദാംശങ്ങൾ. ാരന്റെ മടക്കയാത്ര പൂർത്തീകരിച്ചിരിക്കുന്നു. ഖബറടക്ക ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുന്നു. അല്പസമയം മുമ്പാണ് എറണാകുളം ടൗൺ ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിൽ ആ ചടങ്ങുകൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. പിതാവും അടുത്ത ഒരു ബന്ധുവും ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഖബറടക്ക ചടങ്ങുകൾ മുഹമ്മദ് ഇബ്രാഹിമിന്റെ പൂർത്തീകരിച്ചത്. നേരത്തെ ഇന്നലെ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടതിന് ശേഷം മുഹമ്മദ് ഇബ്രാഹിമിന്റെ ബന്ധുക്കൾ ഇന്ന് ലക്ഷദ്വീപിൽ നിന്ന് മാതാവും പിതാവും ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷമാണ് ആ മൃതദേഹം സംസ്കാരത്തിന് വേണ്ടി എറണാകുളത്തേക്ക് തന്നെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ദ്വീപിലേക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു എറണാകുളം ടൗൺ ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിൽ ആ യാത്ര ഒരുക്കാനായിട്ട് തീരുമാനിച്ചത്. തുടർന്ന് വളരെ വേഗത്തിൽ ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു. അല്പസമയം മുമ്പ് എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ കൊണ്ടുവന്ന് മയ്യത്ത് നമസ്കാരം നടത്തി. ലക്ഷദ്വീപിൽ നിന്നുള്ള നിരവധി ആളുകൾ ഉൾപ്പെടെ ആ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു. തുടർന്ന് പൊതുദർശനം നടന്നു. നിരവധി പേരാണ് ആ കുട്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി പള്ളിയിലേക്ക് എത്തിയിരുന്നത്. അവിടെ നിന്നാണ് ഖബർസ്ഥാനിലേക്ക് ആ മൃതദേഹം കൊണ്ടുപോയത്. പ്രാർത്ഥനകൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ആ മൃതദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഖബറടക്കം പൂർത്തീകരിച്ചിരിക്കുന്നു. നിലവിൽ അവിടെ ആളുകൾ നിൽക്കുന്നുണ്ട്. അതിന്റെ അവസാനവട്ട ചടങ്ങുകൾ കൂടി പൂർത്തീകരിക്കുന്നതിനാണ്. ഏതായാലും ഏറെ പ്രതീക്ഷയോടുകൂടി കേരളത്തിലേക്ക് എത്തുകയും ഇവിടെ പഠനം പൂർത്തിയാക്കി ഒരു ഡോക്ടറായി തിരികെ സ്വന്തം നാട്ടിലേക്ക് പോകാമെന്ന് കരുതി വന്ന ഒരു 19 വയസ്സുകാരനെയാണ് അപ്രതീക്ഷിതമായി നാടിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ദ്വീപിന് അവരെല്ലാവരുമായും സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഡോക്ടർമാരില്ല, പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ നിന്നും വന്ന കുട്ടികൾ ഡോക്ടർമാരായി തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷ വളരെ വിഫലമായിരിക്കുന്നു. ഒരു 19 വയസ്സുകാരൻ അവന്റെ പഠനം തുടങ്ങി 3 മാസത്തിനകം തന്നെ വളരെ ദാരുണമായ ഒരു അപകടത്തിൽ മരിച്ചിരിക്കുന്നു. ദ്വീപിൽ നിന്ന് തന്നെ എത്തിയ ചില വിദ്യാർത്ഥികൾ, അവരും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്, അവിടെ പഠിക്കുന്നവരാണ്. അവർ ഉൾപ്പെടെ ഈ മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹത്തിന് അനുഗമിച്ച് ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ചടങ്ങുകൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചിരിക്കുന്നു. വളരെ വേദന നിറഞ്ഞ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഇബ്രാഹിമിന്റെ ലക്ഷദ്വീപ് സ്വദേശിയുടെ ഖബറടക്ക ചടങ്ങുകളാണ് അല്പസമയം മുമ്പ് പൂർത്തിയായിരിക്കുന്നത്. മുഹമ്മദ് ഇബ്രാഹിമിന്റെ ഖബറടക്കം പൂർത്തിയായിരിക്കുന്നു. പിതാവിന്റെയും മറ്റ് ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ തന്നെയാണ് ഖബറടക്കം നടന്നത്. മാതാപിതാക്കൾ ലക്ഷദ്വീപിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തിയിരുന്നു, ആലപ്പുഴയിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ ഖബറടക്കം പൂർത്തിയായി. 98% മാർക്കാണ് +2-ന് മുഹമ്മദ് ഇബ്രാഹിം നേടിയത്. അതിനുശേഷം ആദ്യ ചാൻസിലൂടെ തന്നെ എൻട്രൻസ് പരീക്ഷ പാസ്സായി ഡോക്ടറാവുക എന്ന വലിയ മോഹത്തോടെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചേർന്ന് പഠനം തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5 മാസം ആകുന്നതേ ഉള്ളായിരുന്നു. അപ്പോഴാണ് ഇത്ര വലിയൊരു ദുരന്തം മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ ജീവനെടുത്തത്. സുഹൃത്തുക്കളെ കാണാൻ കഴിയുന്നുണ്ട്, അവർക്കൊന്നും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത തരത്തിലുള്ളൊരു വിയോഗമാണിത്.
ഇന്നലെ വരെ തങ്ങൾക്കൊപ്പം ഇരുന്ന് പഠിച്ച് തമാശ പറഞ്ഞ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തങ്ങൾക്കൊപ്പം ഇനിയില്ല എന്നത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. അവർ അവിടെ ഈ ഖബറടക്കത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സുഹൃത്തുക്കളുണ്ട്. ഒപ്പം ലക്ഷദ്വീപിൽ നിന്നെത്തിയ ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവരുമുണ്ട്.